ശാന്തി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉറങ്ങാൻ കിടന്നിട്ടും ഉറക്കം വരാതെ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് എന്തോ ചെയ്തിട്ടും പറ്റുന്നില്ല, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറയുമ്പോൾ മറ്റു ചിന്തകൾ വരുന്നു, ഇങ്ങനെയൊക്കെ പരാതി പറയുന്നവർക്ക് വേണ്ടി ഒരു മുദ്ര ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. അത് പറയും മുന്നേ ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കണം. നമ്മുടെ ഈ കൈകളുള്ളിൽ പഞ്ചതത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് മുന്നൊരു വീഡിയോയിൽ പറഞ്ഞു തന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഇത് ആകാശതത്വമാണ്. ഏറ്റവും ഹൈറ്റ്സിലുള്ളത് ആകാശതത്വം. ഇത് ആകാശതത്വത്തിൻ്റെയും അഗ്നിയുടെ ഇത് എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ് നമ്മുടെ കയ്യിൽ. ഇത് അഗ്നിതത്വമാണ്. ആകാശതത്വത്തിൻ്റെയും അതുപോലെ തന്നെ അഗ്നിയുടെയും ഇടയിൽ വായു, നമ്മുടെ ഏറ്റവും ശക്തിയാണ് വായു. പ്രാണവായു എന്ന് പറയാറില്ലേ? അതുകൊണ്ടൊരു കാര്യം പറയുമ്പോൾ നോക്കിക്കോ, സ്ട്രോങ് ആയി പറഞ്ഞ ആൾക്കാർ ഉടനെ വിരൽ ചൂണ്ടും. കാരണം നമ്മുടെ മോസ്റ്റ് പവർഫുൾ എന്ന് പറയുന്നത് വായുതത്വം തന്നെയല്ലേ. ആഹാരമില്ലാതെ മാസങ്ങളോളം ജീവിക്കാൻ പറ്റും, വെള്ളമില്ലാണ്ട് ദിവസങ്ങളോളം ജീവിക്കാൻ പറ്റും, വായു ഇല്ലാതെ മിനിറ്റുകൾ പോലും നമുക്ക് ജീവിക്കാനാവില്ല. അതുകൊണ്ട് ഇതിന് വായുതത്വം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ആജ്ഞ വരേണ്ട സമയം വരുമ്പോഴൊക്കെ ഈ ചൂണ്ടുവിരൽ മനുഷ്യന്മാർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത് വായുവിൻ്റെ പ്രതീകമാണ്. ഇതിലേറ്റവും താഴത്തുള്ളതായിരിക്കുന്നത് ഭൂമിയും കുഴിച്ചു പോയിട്ടല്ലേ നമുക്ക് വെള്ളം കിട്ടുന്നത്. അതുകൊണ്ട് ഏറ്റവും ചെറുവിരൽ ഇത് വെള്ളത്തിൻ്റെ പ്രതീകമാണ്, ഇത് ഭൂമിയുടെ പ്രതീകമാണ്. അതുകൊണ്ട് ഇത് ദേഷ്യത്തിനെ ഇല്ലാതാക്കാനും ഉപയോഗിക്കാറുണ്ട്. ഉറക്കം വരാതെ നമ്മുടെ മനസ്സ് ഡിസ്റ്റർബ് ചെയ്താൽ അതിനെ അതിജീവിക്കാനും ഈ മുദ്ര ഉപയോഗിക്കാറുണ്ട്. ഈ മുദ്ര നമ്മൾ ചെയ്യുന്നത് ആദ്യം അഗ്നിനെ ഒന്നിനെയും വർദ്ധിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇതിനെ നമ്മൾ ശാന്തമായിട്ട് എടുത്തു വയ്ക്കണം. തള്ളവിരലിന് ഈ രീതിയിൽ നമ്മൾ പിടിക്കുന്നു, അഥവാ നമ്മുടെ അഗ്നിനെ നമ്മൾ മടക്കി വെച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം വായുവിനും ഒപ്പം ആകാശത്തിനും അതിനെയും കൂടി മടക്കി വയ്ക്കുകയാണ്. കാരണം ശാന്തമാകണം, ചിന്തകളെ ശാന്തമാക്കണം, മനസ്സിനെ ശാന്തമാക്കണം, ഡീപ്പ് സ്ലീപ്പിലേക്ക് നമുക്ക് പോകണം. അതുകൊണ്ട് രണ്ട് കൈയിൻ്റെയും ഈ രണ്ട് വിരലുകളെയും മടക്കി പിടിച്ച് ഈ രണ്ട് വിരലുകൾ കൂടി മടക്കി ഈ ജലതത്വത്തിനെയും അതുപോലെ തന്നെ ഭൂമി തത്വത്തിനെയും കൂട്ടിച്ചേർത്ത് പിടിക്കുക. ഈ രീതിയിൽ നമ്മുടെ ആകാശതത്വത്തിനെയും ഒപ്പം തന്നെ വായുതത്വത്തിനെയും ശാന്തമാക്കി അഗ്നിതത്വത്തെ പൂർണ്ണ ശാന്തമാക്കി മാറ്റി നമ്മളുള്ള ജലതത്വവും അതുപോലെ തന്നെ ഭൂമിതത്വവും രണ്ടും ഒന്നു ചേർന്ന് കൊണ്ടിരിക്കുന്ന സമയം വരുമ്പോൾ പതുക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കാമാവാൻ തുടങ്ങും, കൂളാവാൻ തുടങ്ങും. ഇത് ഫിസിക്കലായിട്ട് ഈ രണ്ട് വിരലുകളുടെയും തുമ്പിനെ നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കണം. ഈ രീതിയിൽ ഇതിനെ രണ്ടും പ്രസ് ചെയ്യണം, ഇതിനെ രണ്ടും പ്രസ് ചെയ്യണം. ഈ രണ്ട് തള്ളവിരലിനെ മടക്കിയിട്ടുണ്ടായിരിക്കണം, രണ്ട് വിരലുകൾ കൊണ്ട് അമർത്തി പിടിക്കണം. ഇങ്ങനെ നിങ്ങളൊരു 15 മിനിറ്റ് സമയം കൈകളെ ചേർത്ത് പിടിച്ച് കിടക്കുമ്പോഴേക്കും പതുക്കെ കൈ ലൂസാവും, നിങ്ങൾ ഉറങ്ങാൻ തുടങ്ങും. ഇത് നമ്മുടെ ശരീരത്തിനെ കൊണ്ട് മനസ്സിൽ പ്രഭാവം ഉണ്ടാക്കിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. ഇനി അഥവാ നിങ്ങളോട് ആരെങ്കിലും ഒരാൾ ദേഷ്യപ്പെട്ട് പറയാമെന്ന് വിചാരിക്കൂ, നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യണം, മിണ്ടാതിരുന്നേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെയും അതെ, നമുക്ക് ജലത്തിനെ ആക്റ്റീവാക്കാം, ഭൂമിയെ ആക്റ്റീവാക്കാം. രണ്ടും ശീതളമായിട്ടുള്ള തത്വങ്ങളാണ്. രണ്ടിനെയും ആക്റ്റീവാക്കുക, ആകാശത്തിനെയും വായുവിനെയും അഗ്നിനെയും ശാന്തമാക്കുക. പതുക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ മേലെ, ഇമോഷൻസിൻ്റെ മേലെ കൺട്രോൾ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഇതൊരു ചെറിയ പ്രാക്ടീസാണ്. ഇതുകൊണ്ട് പൂർണ്ണമാവുന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ തോട്ട്സാണ് എല്ലാത്തിൻ്റെ ആധാരം. മനസ്സിലെ സങ്കല്പങ്ങളുടെ ശക്തി കൊണ്ട് വേണം നമുക്കെല്ലാം ആർജിക്കാൻ. എന്നാലും ഈ ശരീരത്തിന് എങ്ങനെയാണോ പൊള്ളുമ്പോൾ നമ്മുടെ മനസ്സ് വീണ്ടും വീണ്ടും എനിക്ക് എരിച്ചിലെടുത്തിട്ട് വയ്യാന്ന് വിചാരിക്കുന്നില്ലേ? മുറിയുമ്പോൾ എനിക്ക് വേദനിച്ചിട്ട് വേദനിച്ച് വയ്യാന്ന് വിചാരിച്ച് വേദന കൂടുന്നുണ്ടല്ലോ. ഒരു ശരീരത്തിന് എവിടെയെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ അയ്യോ ഇതിനെ നോക്കിയത് ഇങ്ങനെയായി എന്ന് വിചാരിച്ചാവുന്നില്ലേ? വായിൽ ഒരു പോടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നാവ് അതിനെ പോയി സ്പർശിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്ന് വെച്ചാൽ അർത്ഥം ശരീരം തീർച്ചയായിട്ടും മനസ്സിൽ അതിൻ്റെ പ്രഭാവം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മുദ്രയിലൂടെ നമുക്ക് കുറച്ചൊക്കെ ഉറക്കത്തിൽ വരാത്തവർക്ക് ഉറക്കം വരാനും നമ്മുടെ ദേഷ്യത്തിനെ നിയന്ത്രിക്കാനും സാധിക്കും. അതായത് ഇമോഷൻസിൻ്റെ മേലെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതായിട്ടുള്ള മുദ്രയാണ്. അതുകൊണ്ടാണ് ഇതിനെ ശക്തി മുദ്ര എന്ന് പറയുന്നത്. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഒരു സിമ്പിൾ ടെക്നിക്കാണ്. നിങ്ങൾക്കത് ഒരുപാട് ഗുണം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.